കൊള്ളത്തില്ല. എന്താണ് മാസമാണോ ഇത് ഇമോഷണൽ ആയിട്ടാണോ പോകുന്നത്? ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര ഇമോഷണലാണ്. കണക്ട് ആവുന്നുണ്ടോ? കണക്ട് അധികം ആവുന്നില്ല. ഇത്തിരി ബോറായിട്ടുണ്ട്. മലയാളം ഡബിങ്ങിന്റെ ആണോ അതോ സ്ക്രീൻ? മലയാളം ഡബിംഗ് ഒന്നും കുഴപ്പമില്ല, സ്റ്റോറിയുടേതാണ്. പലപ്പോഴും ഈ വിമർശനം കേൾക്കുന്നതാണ് ഭവ്യ ഈ മലയാളം ഡബിങ്ങിന്റെ പ്രശ്നം. പക്ഷെ അങ്ങനെയല്ല, സ്റ്റോറിയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. എന്നാലും കുറച്ചുകൂടെ അഭിപ്രായങ്ങൾ തേടാം. ഒന്നും പറയണ്ട, കാണാതിരിക്കാൻ നല്ലത്. മാസം ലാഗെന്ന് വെച്ചാൽ വെറുപ്പിന്റെ ഉസ്താദായിരുന്നു. ലാഗ് ഒരു എന്താ പറയാ, പാസം ചുമ്മാ ഒരു അനാവശ്യ സീൻസ് ഒക്കെ ഒരു ഇതുമില്ല. പാട്ട് ക്ലൈമാക്സ് ഒക്കെ ഹൈ നിർത്തില്ല ഇല്ലാന്ന് പറയാൻ കിട്ടില്ല നമ്മുടെ. പക്ഷെ ടൂല് വരുമ്പോ ഒരു ഇത് ഒന്നും പറയാ. രശ്മിക വെറുപ്പീരായിപ്പോട്ടോ, വെറുപ്പീരാ, ഒന്നും പറയാനില്ല. സത്യം ഫോൺ ഉറക്കവും വേസ്റ്റായി, പൈസയും പോയി. ഇത്രേ ഉള്ളൂ. ഒന്നും കണ്ടിട്ട് ഒരു ബന്ധമില്ലാത്ത അത് കാര്യങ്ങള്. ഒരു എന്താ പറയാ, ഒരു കാര്യമില്ല. ചുമ്മാ ഓടൊന്നും ആന്ധ്രയിൽ ഓടും, ഇവിടെ ഓടും നമുക്ക് അറിഞ്ഞൂടാ. കുറെ പേരാണ് പറയുന്നത് ഭവ്യ ആന്ധ്രയിൽ ഓടും, ഇവിടെ ഓടാൻ സാധ്യതയില്ല. കുറച്ചുകൂടെ അറിയണം. കൊള്ളത്തില്ല. പടം പാതി വെച്ചിട്ട് ട്രാക്ക് മാറിപ്പോണു. അതൊരു ഫസ്റ്റില് ചന്ദനക്കടത്തിന്റെ ഇതൊക്കെ വന്നിട്ട് പിന്നീട് ഫാമിലി ആയിട്ട് പടം കൊണ്ട് തൊലച്ചളഞ്ഞു. വെറും വേസ്റ്റ്. എന്റെ പൊന്നാകാം 3.5. ചവറ കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫിന്റെ ഒരു നീതി പോലും പുലർത്തിയില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ബാക്കിയെല്ലാം ചവറായിപ്പോയി. സെക്കൻഡ് ഇല്ലാത്തതാണോ പ്രശ്നം? ഉണ്ട്, പക്ഷെ അവസാനം എല്ലാം സീരിയൽ ലെവൽ മേക്കിംഗ് ആയി, ഒട്ടും കൊള്ളത്തില്ല. ഇമോഷണൽ സീൻസ് ഒന്നും വർക്കായില്ല. നല്ല ഷോക്കായിരുന്നു. തിയേറ്റർ കൂവലായിരുന്നു. ഇമോഷണൽ സീൻസ് ഞാനും കേട്ടു കുറച്ച് കൂവൽ, അതുകൊണ്ട് ചോദിക്കുന്നു. മറ്റേ ഫസ്റ്റ് ഹാഫ് നൈസ്, തുടക്കമൊക്കെ നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇന്റർവൽ പഞ്ചൊക്കെ സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സാരി കൊടുക്കാൻ പോയില്ലേ, അത് കഴിഞ്ഞ് അവിടെ തൊട്ടങ്ങോട്ട് അവരാധം പടം ഫുള്ള് വളരെ ശോകം. ക്ലൈമാക്സ് ഒക്കെ പക്കാ സീരിയൽ എടുത്ത് വെച്ചേക്കും. അല്ല, എന്നാലും നമ്മളൊരു പ്രതീക്ഷ വയ്ക്കുമല്ലോ, ഒരു ഹൈ ആണ്, അങ്ങനെ ഒന്നും തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നില്ല. ഹൈ മൊമെന്റ് ഒന്നും ഇല്ലായിരുന്നു. സാധാ ചെമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്. അല്ലൂർച്ചും കൊള്ളായിരുന്നു. പുള്ളിക്കാരൻ മാക്സിമം കിടന്ന് മാസം കാണിക്കുന്നുണ്ട്, പക്ഷെ സീനിയർ ഇമ്പാക്ട് ഇല്ല. സെക്കൻഡ് ഹാഫ് ട്രാക്ക് മാറിയതായിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സെക്കൻഡ് ഹാഫ് ട്രാക്ക് മാറി, ഇത് തന്നെ കാണിക്കാൻ നോക്കുന്നത്. പക്ഷെ ചന്ദനക്കടത്തൊക്കെ മാറി വേറെ എന്തൊക്കെ കാണിക്കുന്ന കണക്കായിരുന്നു. ചുമ്മാ പാർട്ടിലേക്കുള്ള ലീഡ് എങ്ങനെയുണ്ട്? ലീഡ് മൊത്തം സീരിയലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഒരു തേർഡ് പാർട്ടിന് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ചോദിച്ചു കുറച്ച് പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. മരണമാസ് സൂപ്പർ ഉഗ്രം, ഒന്നും പറയാനില്ല. എന്റെ പൊന്നബി ഉറക്കം കളഞ്ഞത് മാത്രം മിച്ചം, അത് മാത്രമേ പറയാവുള്ളൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കുറച്ച് ലാഗ് മീൻസ് അങ്ങനെയല്ല, കുറച്ച് ഓവറായിപ്പോയി, അത്ര മാത്രമേ പറയാവുള്ളൂ. ഇത് മാത്രമേ കണ്ടിട്ടില്ല. കടിച്ചു തിന്നണത് മാരകം. പോട്ടോ. ഓക്കെ, അങ്ങനെ ഭവ്യ നമ്മൾ പ്രതികരണം തേടുന്നതൊക്കെ സമ്മിശ്ര അഭിപ്രായങ്ങളാണെന്ന് പറയേണ്ടി വരും. എന്നാലും കുറച്ച് കൂടുതൽ നെഗറ്റീവ് അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിന് തെറ്റൊന്നുമില്ല. കുറച്ചുകൂടെ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഏരിയസ് തിയേറ്ററിൽ 6 സ്ക്രീനിലും ഇതാണ്. ഇമോഷണൽ സീൻസിനെ പറ്റി പറയുന്നുണ്ട്. ഭവ്യ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലു അർജുന്റെ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു വേഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ വേഷത്തിൽ എത്തിയ ഒരു ആരാധകൻ ചേരുന്നുണ്ട്. അല്ലു അർജുന്റെ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട്, ഒരു സാരി കൊടുത്തിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അല്ലു അർജുന്റെ ഒരു ഫാനാണ്, ഇഷ്ടപ്പെടാണ് ഈ കോസ്റ്റ്യൂം ഇട്ടത്. പക്ഷെ ആ ലാസ്റ്റ് ഫൈറ്റില് അല്ലു അർജുനെ 2 കൈ ഇതിന് കെട്ടിയിട്ടേക്കണ്, 2 കാലും കെട്ടിയിട്ടേക്കണ്. കുറെ പേര് വെട്ടോത്തി അത് ഇത് കൊണ്ടുവരുന്നത് അല്ലു അർജുന്. നമുക്ക് ഈ 2 കൈ കാലും കെട്ടിയിരിക്കുമ്പോഴത്തേക്കും എണീറ്റൊന്നും മൂത്രം ഒഴിക്കാൻ പറ്റൂല, ഒന്നും ചൊറിയാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് തൂറാൻ പോലും പറ്റൂല. പക്ഷെ ആ ഫൈറ്റ് മോശമായി. നല്ല ഫൈറ്റ് ആയിരുന്നു, പക്ഷെ അങ്ങനെ ഫൈറ്റ് വേണ്ടായിരുന്നു. പുഷ്പരാജ്. പിന്നെ അണ്ണന് വേറെ ഡയലോഗ് ഉണ്ട് കേട്ടാ പുഷ്പയില്ല. ഡയലോഗ് എന്നറിയാമോ? ഈ സാരി ഉടുത്തോണ്ട് വരുമായിരുന്നു. സാരി ഉടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അണ്ണന്റെ ഡയലോഗ് ഞാൻ പറയണേ, ആണുങ്ങൾ സാരി ഉടുക്കുന്നത് ദേവിക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത്. അതാണ് അണ്ണൻ സാരി ഉടുത്തത്. മനസ്സിലായില്ലേ? അത് സിനിമയിലെ ഡയലോഗാണ്. എന്നാലും ആവറേജ് മൂവിയാണ്, കുറ്റം പറയുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. പക്ഷേ ഈ സ്റ്റണ്ട്
നമുക്കൊന്ന് ചൊറിയാനും പറ്റൂല, ഒന്ന് തൂറാനും പറ്റൂല. വല്ലാത്തൊരവസ്ഥ. സുമേഷേ പുഷ്പടാ ബാബ, ഈ കോസ്റ്റ്യൂം അല്ല എനിക്ക് വാങ്ങിയതാരെന്ന് അറിയാമോ? നമ്മളെ ദൃശ്യം കാണാൻ നമ്മളൊരു ചങ്ക് പ്രായമുണ്ട്. നമുക്ക് മറ്റ് അഭിപ്രായങ്ങൾ കൂടി കയറാം. അങ്ങനെ ആരാധന കൊണ്ടുള്ള ഒരു ആരാധകൻ അല്ലു അർജുന്റെ വേഷമൊക്കെ ധരിച്ചെത്തിയിരിക്കുന്നത് പടം കൊള്ളാം, ഓണം പടം. എന്നിട്ട് അവറേജ് റബ്ബ 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 റബ്ബ. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക, സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക, അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. എല്ലാരും കടന്ന് ചിരിക്കുകയും അറിയാം. അവിടെയൊക്കെ എല്ലാരും സാഡ് പാട്ടിന്റെ ആവശ്യം. മലയാളം വലിയ ഗുമ്മില്ല പടം. തിരുവനന്തപുരത്തുള്ള സിനിമ കഴിഞ്ഞ ആരാധകർ, പ്രേക്ഷകർ ഇറങ്ങിയതിനു ശേഷമുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സമ്മിശ്ര